ഉള്ളു മുഴുവൻ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ മറ്റാർക്കും കഴിയില്ല. നവാസ് ബ്രോ, താങ്കൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ പരാജയപ്പെട്ടു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമ്മളിങ്ങനെ മൂടിക്കെട്ടിയ മുഖവുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ്. അപ്പോൾ അവൻ ചിരിക്കും. പക്ഷേ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കപ്പെടും. ഇപ്പോൾ നരേന്ദ്രമോദി നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിലെ വിമർശനത്തെ അത്ര കാര്യമാക്കുന്നില്ല. അതിർത്തിയിൽ വെടിവെപ്പ് നടന്നിട്ടും പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി എന്തേ മുംബൈയിൽ വരുന്നു എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രി കൂളായിട്ടല്ലേ നടക്കുന്നത്? എന്താ സംശയം? ഇത് കാണുന്ന നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെയൊക്കെ അവസ്ഥ എന്താ? ഈ ചങ്ങാതിക്കൊരു ഭയമില്ലല്ലോ, ഒരു ടെൻഷനും ഇല്ലല്ലോ എന്നുള്ളത്. കാര്യങ്ങൾ വെട്ടിപ്പായിട്ട് നമ്മുടെ സൈന്യം ചെയ്യുമെന്നറിയാം. എല്ലാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രി നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, അപ്പോൾ കൂളായിട്ട് നടക്കുക. ശത്രുവിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വളരെ കൂളായിരിക്കുന്നത് അവരിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. അത് നമ്മുടെ നിരന്തരം ജീവിതത്തിലും ഉണ്ടാവും കേട്ടോ. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി മായുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. തോറ്റുകൊടുക്കരുത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒന്ന് ചിരിച്ചോളൂ.